എനിക്ക് തോന്നുന്നു ഒരു വനിതാ സംവിധായകം അല്ലെ, പൊതുവെ സ്ത്രീകൾക്ക് സിനിമകൾ അത്ര ആധിപത്യമില്ലാത്ത ഒരു സമയമാണ്. അവിടെ ഒരു വനിതാ സംവിധായകൻ നമ്മൾ രംഗത്തിറക്കാണ്. 2025 അവസാനിക്കുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് വനിതാ സംവിധായകൻ നമ്മൾ കൊടുത്താണ്. അണിയുടെ എക്സ്പീരിയൻസ് ആ വനിതാ സംവിധായകയെ കുറിച്ച്. ആനന്ദിനി വളരെ സ്ട്രോങ്, റേച്ചൽ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംവിധായകയാണ്. വളരെ ടാലന്റഡ് ആണ്. ഒത്തിരി നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് മൂവി ഇൻഡസ്ട്രിയിൽ. ആൻഡ് ആനന്ദിനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്താണ് ഈ കഥാപാത്രത്തിൽ നിന്ന് വേണ്ടത് എന്നുള്ളത്. അത് കിട്ടുന്നത് വരെയും ഇങ്ങനെ റിപ്പീറ്റ് നമ്മൾ റീടേക്ക് എടുത്തുകൊണ്ടേയിരിക്കും. പിന്നെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരും ഇന്നതാണ് എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ജേർണിയിൽ ആനന്ദിനി വന്ന് എന്റെ അടുത്ത് കഥ പറയുന്ന സമയം തൊട്ടിട്ട് ആ ഒരു ജേർണി ആനന്ദിനിയുമായിട്ടുള്ളതും അല്ല ഈ സിനിമയായിട്ടുള്ളതും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. കുറെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ആ ഒരു വിഷനുള്ള ഒരു ഡയറക്ടർ തന്നെയാണ്. മലയാള സിനിമയിൽ ഒത്തിരി ഉയരങ്ങളിലേക്ക് ആനന്ദിനി കുതിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് സിനിമ ഉണ്ടാവണമെങ്കിൽ കഥ വേണം, തിരക്കഥ വേണം. അപ്പൊ നമുക്ക് ഈ സ്റ്റേജിലേക്ക് വരേണ്ട ആരെയാണ്? എഡ്വിൻ ഷൈൻ. അല്ലെ